സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലെ സമവായം സുപ്രീം കോടതി അംഗീകരിച്ചു. യോഗ്യരായവരെയാണ് VC-മാരായി നിയമിച്ചത് എന്ന് ഗവർണറും സർക്കാരും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വിളിച്ചത് ഗവർണറാണെന്ന് അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി വ്യക്തമാക്കി. സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെയും വൈസ് ചാൻസലർമാരായി നിയമിക്കാനുള്ള തീരുമാനം ചാൻസലറും സംസ്ഥാന സർക്കാരും ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു. ഈ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചു. നിയമനത്തോട് യോജിപ്പാണ് എങ്കിലും നിയമന ഉത്തരവ് സുപ്രീം കോടതിയുടെ അനുമതിയോടെയായിരുന്നു പുറത്തിറക്കേണ്ടിയിരുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. സമവായ ചർച്ചകൾക്കായി ആരെയാണ് ആദ്യം ബന്ധപ്പെട്ടതെന്നതിനെ സംബന്ധിച്ചും ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തതയുണ്ടായി. കഴിഞ്ഞ ദിവസം ചാൻസലർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് 14-ാം തീയതി മുഖ്യമന്ത്രി തന്നെ വന്ന് കണ്ടപ്പോഴായിരുന്നു സമവായ ചർച്ചകൾ നടന്നതെന്നായിരുന്നു. ഇതിനോട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർപ്പറിയിച്ചു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായി മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സുപ്രീം കോടതിയോട് സംസ്ഥാന സർക്കാർ സമയം തേടി. എന്നാൽ സമവായമായതിനാൽ ഇനി ഒരു കാര്യത്തിനും പ്രസക്തിയില്ല എന്നായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇതിനിടയിലാണ് അറ്റോർണി ജനറൽ ചാൻസലറാണ് ചർച്ചകൾക്കായി മുഖ്യമന്ത്രിയെ ആദ്യം ബന്ധപ്പെട്ടതെന്ന കാര്യം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടഞ്ഞ അധ്യായമാണെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. ഈ വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നമല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല എല്ലാ കാലത്തും സംഘർഷഭരിതമായി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് സഹായകരമായതല്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചില സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അത് അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് പൊതുവെ എടുത്തു. സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ഭാവി കണക്കിലെടുത്താണ് തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭാവി കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഭാവിയിലും ഇത്തരം ചർച്ചകൾ നടത്തണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.